ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുക്കർ ബിരിയാണിയാണ് കേട്ടോ. കുക്കർ ബിരിയാണി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാനിന്ന് ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള 3 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളേൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ കുട്ടികൾക്കൊന്നും എരിവ് പറ്റാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് പച്ചമുളകും ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. ഇനി 2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ആ മസാലയിലുള്ള പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം വലിപ്പത്തിലുള്ള 2 തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു അരപ്പിടി പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്ന സമയത്ത് നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിത് 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം പുളിയുള്ള തൈരായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങയുടെ നീരൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾ എടുക്കുന്നത് പുളി കുറവുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. 1/2 കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതൊരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കനിലേക്ക്. നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നീട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, ആ ചിക്കനിലൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ 2 ഇരട്ടി വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഒഴിച്ച് കൊടുത്തൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസാണ് കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് അതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് അതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഞാനിവിടെ 2 വിസിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് 2 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം അതിലുള്ള പ്രഷറൊക്കെ കളഞ്ഞ് കുക്കർ തുറക്കാം. അപ്പോൾ അതേ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.